ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കട്ടെ. പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുകയെന്ന് വെച്ചാൽ ചേട്ടൻ ഇന്നലെ കൊണ്ടുപോയിട്ടുള്ള രാവിലത്തെ ചായയുടെ കടിയില്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോയിട്ടുള്ളത് പുട്ടും പഴവും പപ്പടവും. അപ്പോൾ അതിൽ കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വേസ്റ്റിലിട്ട് ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കൊണ്ടാണെന്ന് അറിയൂലേ. എല്ലായിടത്തെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എത്ര നമ്മൾ അതിലൊരു പാത്രം ഇല്ലാതിരിക്കട്ടെ എന്ന് വെച്ചാൽ എല്ലാം കഴുകി വയ്ക്കും, പിന്നെ അതിൽ പാത്രങ്ങൾ തന്നെയായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു സമയമൊക്കെ ഇങ്ങനെ കൂടുതൽ കാണുകയാണെങ്കിൽ പിന്നെ ഞാൻ അത് അവിടെ ഇടും, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കാനുണ്ട്. അത് കഴുകിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് ചായ വെക്കണം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയില്ല. ഗ്യാസുമ്മ വെക്കുമ്പോഴേ പാത്രത്തിൻ്റെ അടിയിലൊക്കെ നല്ല കരി പിടിക്കുന്നുണ്ട്. നമ്മൾ അടുപ്പത്ത് വെക്കില്ലേ, അപ്പോൾ കരി പിടിക്കില്ല, അതുപോലെ കരി പിടിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനെന്താ ചെയ്യുക, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളെ ചായയുടെ പാത്രത്തിൻ്റെയൊക്കെ അല്ലേ, ഇതൊരു പാത്രം വെച്ചാലും കുക്കർ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ കരിയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്യൂവലിൽ എന്തെങ്കിലും കരട് നിറഞ്ഞിട്ടോ എന്താ ബർണറിൽ കരടുണ്ടായിട്ടോ എന്താണെന്ന് അറിയില്ല. അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പാത്രത്തിൻ്റെ അടിയിലൊക്കെ കരി പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ കഴുകാനായിട്ടുണ്ട്, പ്ലേറ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ ഉണ്ടാക്കാനും. ഇന്നിപ്പോൾ ദോശയും ചമ്മന്തിയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും, അത്ര തന്നെ. കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് പ്രോത്സാഹനം തരാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രാവിലത്തെ കുറച്ച് എൻ്റെ തിരക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളൊക്കെ തന്നെയാണ് എൻ്റെയും വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലത്തെ നമ്മളെ തിരക്കും കാര്യങ്ങളും മുഴുവനായിട്ടില്ല, വളരെ കുറച്ച്. അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ചു, കഴുകിയെടുത്തു കേട്ടോ. ഇനി ഫ്രൈ പാൻ, ഞാൻ ദോശ ചൂട് ഈ ഒരു ഫ്രൈ പാനിലാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രൈ പാനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് ഇനി ദോശ ചൂടട്ടെ. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അരി ആട്ടുമ്പോൾ കുറച്ച് ചോറും, എല്ലാവരും അങ്ങനെ തന്നെയാവും, ഉലുവ, ഉഴുന്ന്, പിന്നെ അരി, ഇത്രയും ഇട്ടിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ രാവിലേക്ക് തന്നെ നന്നായിട്ടത് പൊങ്ങി വരും. അപ്പോൾ നല്ല ദോശയും കിട്ടും. അപ്പോൾ നമുക്ക് ദോശ ചൂടാം. അപ്പോൾ നമ്മളെ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ ചൂടാം കേട്ടോ. അപ്പുറത്ത് ചായ ആയിട്ടുണ്ട്, ചായയുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്, തിളച്ച് വരുന്നു. അപ്പോൾ പഞ്ചസാര ഇട്ട് ചായപ്പൊടി ഇട്ട് ഇറക്കി വയ്ക്കണം. എന്നിട്ട് ചട്നിക്കുള്ള നാളികേരം അരയ്ക്കാനും ചട്നി ഉണ്ടാക്കാനും ഉണ്ട്. ചമ്മന്തിയായിട്ട് ഉള്ളിച്ചമ്മന്തിയാണ്. നമ്മൾ എണ്ണ താളിച്ചുണ്ടാക്കുന്ന ചമ്മന്തി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എണ്ണ ചാലിച്ച് ഉണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തി. അതും ദോശയും പിന്നെ ചട്നി വേണ്ടവർക്ക് അതും. അങ്ങനെയാണ് ഇന്നത്തെ മെനു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം 3 മിനിറ്റ് ഒക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രോത്സാഹനം. അങ്ങനെ നമ്മളുടെ ദോശ ആയിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് എടുത്ത് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നല്ല രസമല്ലേ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.